ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അതെ, നമ്മുടെ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം ഒരു യാത്ര പുറപ്പെട്ടു. യാത്ര പോകുന്ന വഴിയിൽ ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ആ പ്രദേശമാകെ ഒരു വല്ലാത്ത സുഗന്ധം, നല്ല പരിമളം വീശണ ഒരു സുഗന്ധം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സുഗന്ധം ഇങ്ങനെ വീശുന്ന സമയത്ത് ഈ സുഗന്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നല്ല ഒരു മണം ആശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, ഇത്രയും നല്ല ഈ സുഗന്ധം വീശുന്നത് ഇത് എവിടെ നിന്നായി സുഗന്ധം പരക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഖബറിൽ നിന്നാണോ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ പള്ളിയിലെ ആ ഖബറിൽ ആരാണ്, ഏത് പ്രവാചകൻ്റേതാണ് ആ ഖബർ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആ ഖബർ പ്രവാചകൻ്റേതല്ല, അതൊരു അടിമ സ്ത്രീയുടെയും 3 മക്കളുടെയും ഖബറാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അടിമ സ്ത്രീയുടെയോ? ഇത്രയും നല്ല സുഗന്ധം വീശാൻ അവൾ എന്ത് പുണ്യമാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അവൾ ഫിർഔൻ്റെ അടിമ സ്ത്രീയായിരുന്നു, അവളുടെ പേര് മാഷിദ എന്നായിരുന്നു. അടുത്ത ഭാഗത്തിൽ ബാക്കി പറയാം.